നമ്മൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഉദാഹരണത്തിന് കോവിഡ് വന്നുപോയി. ആ സമയത്ത് ഭയങ്കര വിഷമമായിരുന്നു നമുക്ക് പലർക്കും. പക്ഷേ ഇന്ന് നമ്മളത് ഓർക്കുന്ന പോലുമില്ല അല്ലേ. പ്രളയം ഉണ്ടായി. ആ സമയത്ത് അതിൻ്റെ ഒരു മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോയ കുറേ പേരുണ്ട്. ഇന്നത് ഓർക്കുന്ന പോലെയല്ല നമ്മൾ. ഇതിനെ സംബന്ധിച്ച് ആരെങ്കിലും പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ കാണുകയോ ചെയ്യുമ്പോഴാണ് നമ്മളത് ഓർക്കണം, ഓ അന്നങ്ങനെ ഉണ്ടായല്ലോ എന്ന് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോ വിഷമങ്ങളും വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര മാനസിക സമ്മർദ്ദം ഉണ്ടാവും. മണിക്കൂറുകൾ, ദിവസങ്ങൾ, ആഴ്ചകൾ, ചിലപ്പോൾ മാസങ്ങൾ നമ്മൾ ആ വിഷമം ഉള്ളിൽ കൊണ്ടു നടക്കും. പക്ഷേ ഒരുപാട് വർഷങ്ങൾ നമ്മൾ ആ വിഷമം കൊണ്ട് നടക്കില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു വിഷമത്തിലാണെന്നുള്ള കാരണം കൊണ്ട് ഒരു കാരണവശാലും ഒരു മണ്ടത്തരങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ ആ വിഷമങ്ങൾ നമുക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ചിരിച്ചെന്ന് വരും. അന്ന് ആ വിഷമം വന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ പോയ മണ്ടത്തരം ഓർത്തിട്ട് നമ്മൾ ചിരിച്ചെന്ന് വരും. ചിലപ്പോൾ മറ്റുള്ളവർ പറയുകയും ചെയ്യും, നമ്മൾ എടാ ഞാൻ അന്ന് അങ്ങനെ ഒരു വിഷമം വന്നപ്പോൾ അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യാൻ പോയതാണ്, പിന്നെ എങ്ങനെയോ അതിന് പുറത്ത് കിടന്നു. അപ്പം അതുകൊണ്ട് തന്നെ എന്താണോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇത് താൽക്കാലികമാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് മാർക്ക് കുറഞ്ഞു നമ്മൾ ചിലപ്പോൾ ഇങ്ങനൊരു വിഷമത്തിലായിരിക്കും. പക്ഷേ ഇനിയിപ്പോൾ നാളെ മുതൽ വീട്ടുകാരെന്ത് പറയും, ബന്ധുക്കളെന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, ഈ ഒരു വിഷമത്തിലായിരിക്കും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഇത് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അത് മറന്നു പോകും. കാരണം അവർക്ക് അവരുടേതായ പല പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ഇത് തന്നെ ഓർത്തുകൊണ്ടിരിക്കലല്ല പണി. ആളുകൾ എന്ത് പറയുമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കരുത്, പബ്ലിക് ഫംഗ്ഷനിൽ പോകാതിരിക്കരുത്. നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് അതുപോലെ തന്നെ തുടരുക. നമ്മളെ കാണുമ്പോൾ ചില സൈക്കോ ആയുള്ള ചില ആൾക്കാർ പറയും, ഫുൾ A+ കിട്ടിയില്ലേ, കഷ്ടമായി പോയിട്ടെന്ന് പറയും. നമ്മൾ ഓൾറെഡി സങ്കടപ്പെട്ടിരിക്കുകയാണ്, അതിൻ്റെ മേളിൽ കുറേ കനലുകോരിയിടാണ് അവർ. അപ്പോൾ അവരെ സങ്കടം കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് നമുക്ക് മാർക്ക് കിട്ടാണ്ട് അവർക്ക് സങ്കടം സഹിക്കാൻ വയ്യാണ്ട് ആത്മഹത്യ നിൽക്കാന്നുള്ള രീതിയിലായിരിക്കും തോന്നിപ്പോണേ. ചിലർ പറയില്ലേ, ചത്ത വീട്ടിൽ നല്ല കരച്ചിൽ കേൾക്കണമെന്ന് എന്ന് പറഞ്ഞാൽ പോവും. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേട്ടാ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ണിടണ്ടെന്ന് എഴുതി ഫുൾ A+ മേടിക്കേണ്ടിരുന്ന. അത് മാത്രമല്ല, ഫുൾ A+ മേടിച്ച് കഴിഞ്ഞാൽ നാട് മുഴുവൻ എൻ്റെ ഫ്ലെക്സ് പോകും. എനിക്കാണെങ്കിൽ പബ്ലിസിറ്റി ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ശബ്ദത്തിൻ്റെ ഉടമയായിട്ടുള്ള PS വിനയൻ എന്ന് പറഞ്ഞ ആൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫുൾ A+ മേടിക്കാണ്ട് വെറും 2nd ക്ലാസ് മേടിച്ച് പുറത്തേക്ക് ഇറങ്ങിയത്. വേറെ ഒന്നുകൊണ്ടല്ല, കണ്ണിടണ്ടെന്ന് എഴുതിയിട്ടാ. അല്ലെങ്കിൽ നിങ്ങൾ സീരിയസ് ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കി. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥിക്കുള്ള ക്യാഷ് അവാർഡ് മേടിച്ച ഈ ശബ്ദത്തിൻ്റെ ഉടമ 10ാം ക്ലാസ് എത്തിയപ്പോൾ എനിക്കൊരു ഫുൾ A+ വേണ്ട, എനിക്കൊരു റാങ്കും വേണ്ടെന്ന് പറഞ്ഞിട്ട് വെറും 2nd ക്ലാസ് മാത്രം മേടിച്ചുകൊണ്ട് സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള കാരണം എന്താ? കാരണം പബ്ലിസിറ്റി ഇഷ്ടമല്ല. അത് തന്നെ കാരണം.